നമസ്കാരം. തന്റെ ആത്മകഥയുടെ ഒന്നാം ഭാഗം ഈ മാസം അവസാനം പുറത്തിറക്കുമെങ്കിലും ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ DC ബുക്സിന് നൽകില്ലെന്ന നിലപാടിലാണ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. ഇത്രയും തെറ്റായ നിലപാട് സ്വീകരിച്ചവർക്ക് തന്നെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിനെ കുറിച്ചുള്ള പ്രതികരണത്തിൽ EP ജയരാജൻ ചോദിച്ചത്. ക്രിമിനൽ കുറ്റമാണ് DC ബുക്സ് ചെയ്തതെന്നും EP ജയരാജൻ തന്നെ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ദിനത്തിലായിരുന്നു EP ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പോടെയും ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതം എന്ന പേരുള്ള പുസ്തകത്തിന്റെ ഭാഗങ്ങൾ പുറത്തു വന്നത്. തുടർന്ന് ആത്മകഥ ചോർച്ചയിൽ ഗൂഢാലോചനയുണ്ടെന്നും അന്വേഷിക്കണമെന്നും ആരോപിച്ച് DGPക്ക് പരാതി നൽകി. പുസ്തകത്തിന്റെ പ്രചാരണാർത്ഥം ഇറക്കിയ എല്ലാ സാമൂഹിക മാധ്യമ പോസ്റ്റുകളും പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് DCക്കും വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. ആത്മകഥ ചോർന്നത് ആസൂത്രിതമാണെന്നും പൂർത്തിയാവാത്ത പുസ്തകത്തിൽ എന്തടിസ്ഥാനത്തിൽ ആണ് ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി ചേർത്ത് പ്രചരിപ്പിക്കുന്നതെന്നും ജയരാജൻ ചോദിച്ചു. തനിക്കെതിരായ നീക്കം പാർട്ടിയെ തകർക്കാനാണെന്നും ജയരാജൻ ആരോപിച്ചിരുന്നു. ആത്മകഥയുടെ പകർപ്പ് ആർക്കും നൽകിയില്ല. അടുത്ത ബന്ധമുള്ള മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെ എഴുതിയ ഭാഗങ്ങൾ എഡിറ്റ് ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നു. എഡിറ്റ് ചെയ്യാൻ ഏൽപ്പിച്ച മാധ്യമ പ്രവർത്തകൻ കൃത്യമായി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആത്മകഥ ചോർന്നതിന് ഉത്തരവാദിത്തം DC ബുക്സിനാണെന്നും ജയരാജൻ പറയുന്നുണ്ട്. പകർപ്പവകാശം ആർക്കും കൈമാറിയിട്ടില്ലാത്ത ഒരു പുസ്തകത്തിന്റെ ഭാഗങ്ങളാണ് പുറത്തു വന്നിരുന്നത്. സാധാരണ പ്രസാധകർ പാലിക്കേണ്ടതായ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. അതൊന്നും പാലിച്ചിരുന്നില്ല. എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകത്തിന്റെ പ്രകാശന വാർത്ത DC ബുക്സിന്റെ ഫേസ്ബുക്ക് പേജിലാണ് ഞാൻ അറിയാതെ വന്നത്. എങ്ങനെയാണ് ആത്മകഥയുടെ PDF സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക എന്ന് പ്രസാധകർ ചെയ്യാൻ പാടില്ലാത്തതാണ്. പുസ്തകത്തിന്റെ PDF പ്രചരിപ്പിച്ചാൽ അത് വിൽപ്പനയെ ബാധിക്കില്ലേ? പ്രസാധക സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള നടപടി സ്വീകരിക്കുമോ? തികച്ചും ആസൂത്രിതമാണെന്നും EP ജയരാജൻ എന്ന് വ്യക്തമാക്കിയിരുന്നു. പ്രസാധകരുമായി കരാറില്ല എന്നത് സത്യസന്ധമായ കാര്യമാണ്. തനിക്കെതിരെ പാർട്ടിക്കകത്തും പുറത്തും വ്യക്തിഹത്യ നടത്താനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ആത്മകഥ വിവാദം സൃഷ്ടിച്ചത്. ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വിവാദം ഉണ്ടായതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ബോംബ് എന്ന് പറഞ്ഞാണ് അത് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് ഇത് ആദ്യം വന്നത്. പിന്നെ എല്ലാ ചാനലുകളും വാർത്തയാക്കി. ആ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ് പോലീസിനോട് ആവശ്യപ്പെട്ടതെന്നും EP ജയരാജൻ വ്യക്തമാക്കി. ആത്മകഥ വിവാദവുമായി ബന്ധപ്പെട്ട് DC ബുക്സ് ജീവനക്കാരനോട് സസ്പെൻഡ് ചെയ്തു. DC ബുക്സ് പബ്ലിക്കേഷൻ വിഭാഗം മേധാവി AV ശ്രീകുമാറിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. എന്നാൽ അച്ചടക്ക നടപടി DC ബുക്സ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്ന കാര്യം DC ബുക്സ് ജീവനക്കാരിൽ ചിലർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. EP ജയരാജന്റെ ആത്മകഥ പ്രസിദ്ധീകരണ ചുമതല ഈ ജീവനക്കാരനായിരുന്നു. പുസ്തക പ്രസിദ്ധീകരണത്തിനുള്ള കരാർ വാങ്ങുന്നതിൽ വീഴ്ച വരുത്തിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് വിവരം. സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണവും നടത്തിയിരുന്നു.